സൂപ്പർ കപ്പിൽ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ച് എഫ്.സി. ഗോവയും ഈസ്റ്റ് ബംഗാൾ എഫ്.സിയും. ഗോവ 1-2 ഗോളുകൾക്ക് മുംബൈയെ വീഴ്ത്തിയപ്പോൾ 1-3 ഗോളുകൾക്ക് പഞ്ചാബിനെ തീർത്താണ് ബംഗാൾ ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് മത്സരത്തിലേക്ക് വന്നാൽ കളിയിലെ സമ്പൂർണ്ണ ആധിപത്യം ബംഗാളിനായിരുന്നു. ആദ്യം ഗോൾ നേടിയതും ഈസ്റ്റ് ബംഗാൾ തന്നെ. റഷീദിലൂടെ ഒരു വെടിച്ചിൽ ലോങ് റേഞ്ചർ പഞ്ചാബിന്റെ വലകീറിക്കൊണ്ട് ബംഗാളിന് ലീഡ് നേടിക്കൊടുത്തു. പക്ഷേ ബിപിൻ സിംഗിന്റെ കയ്യിൽ തട്ടിയതിന് പെനാൽറ്റി ലഭിച്ചപ്പോൾ ഡാനി റമീറസിലൂടെ തിരിച്ചടിച്ച് പഞ്ചാബ് മറുപടി നൽകി. പക്ഷേ ഹാഫ് ടൈമിന്റെ ഇഞ്ചറി ടൈമിൽ അർജന്റീനിയൻ സെന്റർ ബാക്ക് സിബിലിയുടെ ഹെഡർ ഗോളിലൂടെ രണ്ടാമത്തെ ഗോളും നേടി ലീഡ് പിടിച്ചു ഈസ്റ്റ് ബംഗാൾ. ഹാഫ് ടൈമിൽ 1-2 ഗോളുകൾക്ക് മുന്നിൽ. സെക്കൻഡ് ഹാഫിൽ സോൾ ക്രസ്പോയുടെ മറ്റൊരു കിടിലൻ ലോങ് റേഞ്ചറിലൂടെ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബിന്റെ കോട്ടയിലെ അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ട് ഫൈനലിലേക്ക് പ്രവേശിച്ചു. ഇനി എഫ്.സി. ഗോവ മുംബൈ പോരാട്ടത്തിലേക്ക് വന്നാൽ ആദ്യ 2 ഗോൾ നേടിയതും ഗോവയാണ്. ആദ്യ പകുതിയിൽ ഗോവയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. ഗോവയ്ക്കായി ആദ്യം വലകുലുക്കിയത് ബ്രൈസൺ ആയിരുന്നു. വിങ്ങിലൂടെ ലഭിച്ച ക്രോസ് ഫസ്റ്റ് ടൈം ഫിനിഷിലൂടെ ഗോളാക്കി ബ്രൈസൺ തന്റെ മികവ് കാട്ടി. ഗോവയ്ക്കായി രണ്ടാമത്തെ ഗോൾ നേടിയത് ഡേവിഡ് ടിമോർ ആയിരുന്നു. ഡേവിഡിന്റെ ഒരു ലോങ് റേഞ്ചർ മിസൈൽ ലജൻപയ്ക്ക് കയ്യിലൊതുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ആദ്യ പകുതി ഗോവ 2 ഗോളുകൾക്ക് മുന്നിൽ. രണ്ടാം പകുതിയിൽ ഉണർന്നു കളിച്ച മുംബൈ കുറേ അവസരങ്ങൾ സൃഷ്ടിച്ചു. പെരേര ഡിയാസിന് ഫൗൾ ചെയ്തതിന് കിട്ടിയ പെനാൽറ്റി പുറത്തേക്ക് അടിച്ച് ലാലിയൻ സുവാല ചാന്തെ അവസരം പാഴാക്കി. പിന്നെയും ചാന്തയ്ക്ക് ഓപ്പൺ ചാൻസ് കിട്ടി, അതും മുതലാക്കാൻ സാധിച്ചില്ല. മുംബൈയുടെ നിരന്തര പരിശ്രമത്തിനൊടുവിൽ ബ്രാൻഡൻ ഫെർണാണ്ടസിലൂടെ ഒരു ഗോൾ മടക്കി മുംബൈ. അതിനുശേഷവും മുംബൈക്ക് ഒരുപാട് ചാൻസ് കിട്ടിയെങ്കിലും അതൊന്നും മുതലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ 1-2 ഗോളുകൾക്ക് മുംബൈയെ വീഴ്ത്തി ഗോവ ഫൈനലിലേക്ക്. ഫൈനലിൽ ഇരു ടീമുകൾക്കും തിരിച്ചടിയായി റെഡ് കാർഡ്. മത്സരം നടക്കുന്നതിന് മുമ്പ് തന്നെ എഫ്.സി. ഗോവയുടെ താരമായ ഇക്ക കൊരജനയ്ക്ക് റെഡ് കാർഡ് കിട്ടി. അതേപോലെ തന്നെ കളിക്കിടയിൽ ഈസ്റ്റ് ബംഗാൾ കോച്ചായ ഓസ്കാർ ബ്രൂസനും റെഡ് കാർഡ് കിട്ടി. ഇരുവർക്കും ഫൈനൽ നഷ്ടമാകും. അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി നമ്മളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.